Hi students, welcome back to our class. Hope you all are doing well. Today we will be discussing about offshore banking, its advantages and disadvantages. So what's an offshore bank? Offshore bank is a bank located outside the country of residence of the depositor. ഒരു ഡെപ്പോസിറ്ററിൻ്റെ നേഷൻ അവൻ്റെ സ്വന്തം രാജ്യത്തിന് പുറത്ത് ബൗണ്ടറിക്ക് പുറത്തുള്ള ഒരു ബാങ്കിനെയാണ് എന്ത് പറയുന്നത് ഓഫ്ഷോർ ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ബാങ്ക്? ദ ബാങ്ക് വിൽ ബി most probably located in a low tax jurisdiction. ടാക്സ് പൊതുവെ കുറവുള്ള ഒരു രാജ്യത്തായിരിക്കും അതുണ്ട്, അല്ലെങ്കിൽ ഓർ ടാക്സ് ഹെവൻ എന്ന് പറയുന്ന ടാക്സ് പൊതുവെ കുറവുള്ള അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ടാക്സ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലായിരിക്കും അത്തരം ബാങ്കുകൾ ഉണ്ടാകുക. ദാറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ അഡ്വാൻറ്റേജസ് ഒരുപാട് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ അഡ്വാൻറ്റേജസ് അതുമൂലം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പനാമ ഇഷ്യൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലക്സംബർഗ് ഇത്തരത്തിലുള്ളൊരു സ്ഥലമാണ്, അഥവാ ടാക്സ് ജൂറിസ്ഡിക്ഷൻ കുറവുള്ള മറ്റ് പല ആനുകൂല്യങ്ങളുമുള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ്. അതുപോലെ ഒന്നാണ് പനാമ. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ ബാങ്കുകളിൽ ഒരു ഇന്ത്യക്കാരൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ ഓഫ്ഷോർ ബാങ്കിങ് നടത്തുന്നു എന്നെല്ലാം പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് ഓഫ്ഷോർ ബാങ്ക് എന്ന് പറയുന്നത്. എന്തെല്ലാം ലീഗൽ അഡ്വാൻറ്റേജ്? വാട്ട് ആർ ദ ലീഗൽ അഡ്വാൻറ്റേജസ് ദേ ഹാവ് ഓഫ്ഷോർ ബാങ്കിങ് ഹാസ്? The first one is greater privacy. Okay, if you need greater privacy for your transactions, you can go for offshore banking. The second one, lower no taxation. അല്ലേ, ഇന്ത്യയിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് ഉണ്ടാകും. പക്ഷേ ഇഫ് യു ഓപ്റ്റ് ഫോർ ഓഫ്ഷോർ ബാങ്കിങ് സച്ച് ആസ് ഇൻ പനാമ ഓർ ലക്സംബർഗ്, then there will be low tax or no taxation. The third one, easy access to deposits. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ ഡീലിങ്സും ഒക്കെ നടക്കും. റെസ്ട്രിക്ഷൻസ് കുറവായിരിക്കും. The fourth one, protections against local political and financial instability. If your nation or the place where you are living has local political financial instability, such offshore banking gives you protection from that. നിങ്ങളുടെ നാട് അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ലോക്കൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ഷോർ ബാങ്കിങ് ഓപ്റ്റ് ചെയ്താൽ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാം. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ ഡെപ്പോസിറ്റുകൾക്ക് സെക്യൂരിറ്റി കുറവായിരിക്കും. ഓഫ്ഷോർ ബാങ്കിങ് ഹാസ് ഓഫൺ ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ അണ്ടർഗ്രൗണ്ട് എക്കണോമി ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം. പക്ഷെ പൊതുവെ ഓഫ്ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത് നിഗൂഢമായ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടുകളാണ് ഓഫ്ഷോർ ബാങ്കിങ്ങിലൂടെ ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ട് എക്കണോമി ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈംസ്, ടെററിസം പോലുള്ളവർക്കാണ് ഓഫ്ഷോർ ബാങ്കിങ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തെ അവർ താമസിക്കുന്ന രാജ്യത്തെ ഏതെങ്കിലും ബാങ്കുകളുടെ സേവനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് ഓഫ്ഷോർ ബാങ്കിങ് തിരഞ്ഞെടുക്കുന്നത്. However, legally offshore banking does not prevent asset from being subject to personal income tax on interest. പക്ഷേ ലീഗലി ഓഫ്ഷോർ ബാങ്കിങ് ഡസൻറ്റ് പ്രിവെൻറ്റ് അസറ്റ് ഫ്രം ബീയിങ് സബ്ജക്റ്റ് ടു പേഴ്സണൽ ഇൻകം ടാക്സ്. അഥവാ നമ്മുടെ ടാക്സ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഫ്ഷോർ ബാങ്കിങ് ഈസ് ലീഗൽ ആൻഡ് ലീഗലി ആക്സെപ്റ്റഡ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഫ്ഷോർ ബാങ്കിങ്? Offshore banks can sometimes provide access to political and economically stable jurisdiction. പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും സ്റ്റേബിൾ ഉള്ള ഒരു കണ്ടീഷനാണ് നിങ്ങൾക്ക് ബാങ്കിങ്ങിന് ആവശ്യമെങ്കിൽ സംടൈംസ് ഓഫ്ഷോർ ബാങ്കിങ് പ്രൊവൈഡ്സ് യു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ദിസ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ് ഫോർ റെസിഡൻസ് ഇൻ ഏരിയാസ് വേർ ദർ ഈസ് എ റിസ്ക് ഓഫ് പൊളിറ്റിക്കൽ ടെർമോയിൽ ഹു ഫിയർ ദെയർ അസറ്റ്സ് മേ ബി ഫ്രോസൺ, സീസ്ഡ് ഓർ ഡിസപ്പിയർ. അല്ലേ, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ വ്യക്തിക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ്. കാരണം അത്തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് രാജ്യം പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് അവൻ്റെ ഫണ്ടുകൾ, അവൻ്റെ ഡെപ്പോസിറ്റുകൾക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് ഓഫ് ഷോർ ബാങ്കിങ് ചൂസ് ചെയ്യാം, ആൻഡ് ഇറ്റ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ് ഫോർ ഹിം.
The second advantage, some offshore banks may operate with a lower cost base and can provide higher interest rates than the legal rate in the home country. നമ്മുടെ രാജ്യത്തെ ഹോം കൺട്രിയിൽ ലീഗൽ റേറ്റിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, വലിയ അളവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇത്തരത്തിലുള്ള ഓഫ്ഷോർ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ അതും ഒരു ഡെപ്പോസിറ്ററെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ഫോർ ഹിം. The third one, interest is generally paid by offshore banks without tax being deducted. This is an advantage to individuals. ഓഫ്ഷോർ ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണ്? ബിഫോർ ടാക്സ് പിടിക്കുന്നതിന് മുമ്പാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടക്കുന്നത്. വേറെ പക്ഷേ ഹോം രാജ്യത്ത് കൺട്രിയിലേക്ക് വരുമ്പോൾ ടാക്സ് പിടിച്ചതിന് ശേഷമായിരിക്കും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്. ദിസ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ടു ഇൻഡിവിജ്വൽസ് ഹൂ ഡു നോട്ട് പേ ടാക്സ് ഓൺ വേൾഡ് വൈഡ് ഇൻകം ഓർ ഹൂ ഡു നോട്ട് പേ ടാക്സ് അണ്ടിൽ ദ ടാക്സ് റിട്ടേൺ ഈസ് ഗ്യാരണ്ടി. ലോകത്തൊന്നടങ്കം വരുമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ആൻ അഡ്വാൻറ്റേജ്, ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളത്. കാരണം എല്ലാ ഭാഗത്തുമുള്ളതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. അഥവാ ഹോം കൺട്രിയിൽ മാത്രമാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. മറ്റു പല രാജ്യങ്ങളിലും ബിസിനസ് വ്യാപിച്ച് കിടക്കുന്ന ഒരാൾക്ക് ഓഫ്ഷോർ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ, ഓഫ്ഷോർ ബാങ്കിങ് ഉണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ ട്രാൻസാക്ഷനുകൾക്ക് മാത്രം കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഓർ who do not pay tax until the tax return is guaranteed, or who feel that they can illegally evade tax by hiding the interest income. അല്ലെങ്കിൽ ടാക്സ് ഇവേഡ് ചെയ്യണമെന്ന്, ഇല്ലീഗലായിട്ട് ടാക്സ് ഇവേഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ദിസ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. Fourth one, some offshore banks offer banking service that may not be able from domestic banks. നമ്മുടെ ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം കൺട്രിയിലെ ബാങ്ക്സ് ആണ് ഡൊമസ്റ്റിക് ബാങ്ക്സ്. അവർ ഓഫർ ചെയ്യാത്ത ഒരുപാട് സർവീസുകൾ ഓഫ്ഷോർ ബാങ്ക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സച്ച് ആസ് അനോണിമസ് ബാങ്ക് അക്കൗണ്ട്സ്. എന്താണ് അനോണിമസ് ബാങ്ക് അക്കൗണ്ട്സ്? ദ ബാങ്ക് വിൽ നോട്ട് പബ്ലിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഓർ ദ ഡെപ്പോസിറ്റർ. അക്കൗണ്ട് ആരുടെ പേരിലാണ്, ആ അക്കൗണ്ടിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യൂല. അനോണിമസ് ബാങ്ക് അക്കൗണ്ട്സ്. Or another facility, another service, higher or lower rate loans based on risk and investment opportunity. പല റേറ്റുകളിലുള്ള ലോൺ തൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ലോ റേറ്റിലുള്ളതായാലും ഹൈ റേറ്റിലുള്ളതായാലും ആവശ്യത്തിനനുസരിച്ചുള്ള ലോൺ. ഇതൊന്നും ഒരുപക്ഷെ ഡൊമസ്റ്റിക് ബാങ്കുകളിൽ ലഭ്യമല്ലാത്ത സേവനങ്ങളായിരിക്കും. What are the disadvantages of offshore banking? Offshore bank accounts are sometimes less financially secure. ഒരുപക്ഷെ സെക്യൂരിറ്റി കുറവായിരിക്കും ഇത്തരത്തിലുള്ള ഓഫ്ഷോർ ബാങ്കുകൾക്ക്. റെഗുലേഷൻ കുറവായതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, റെഗുലേഷൻ കുറവായതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഇറ്റ് മൈറ്റ് ബി ലെസ് ഫിനാൻഷ്യലി സെക്യൂർ. The second disadvantage, offshore banking has been associated in past with the underground economy and organized crime through money laundering. ഒരുപാട് ക്രൈം ആക്ടിവിറ്റീസിന് വേണ്ടി, ടെററിസത്തിന് വേണ്ടി, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് എക്കണോമി അഥവാ ബ്ലാക്ക് മണി ആയിട്ട് യൂസ് ചെയ്യാനൊക്കെയാണ് ഓഫ്ഷോർ ബാങ്കിങ് പൊതുവെ ഉപയോഗിക്കപ്പെടാറുള്ളത്, അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അക്കൗണ്ടുകൾ ഡീലിങ്സ് ഉള്ള ഒരാൾ സംശയത്തിൻ്റെ നിഴലിൽ വരാനുള്ള സാധ്യതയുണ്ട്. However, offshore banking is a legitimate financial transaction undertaken by many expatriate and international workers. ഇന്റർനാഷണൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ പ്രവാസികൾ പലരും ഓഫ്ഷോർ ബാങ്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ലെജിറ്റിമേറ്റ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. The third disadvantage, offshore jurisdictions are often remote and therefore costly to visit. So physical access and access to information can be difficult.
മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഫിസിക്കലി ആക്സസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിസിക്കലി ആക്സസ് യുവർ ബാങ്ക് എന്താണ് ഒരുപക്ഷെ പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാർഡ് ടു റീച്ച് ഫിസിക്കലി ആൻഡ് ഓഫ് കോഴ്സ് സംടൈംസ് ടു ആക്സസ് ഇൻഫർമേഷൻ ക്യാൻ ബി ഡിഫിക്കൽട്ട്. അവിടെ എത്തിപ്പെടുക, അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ ഒരുപക്ഷെ ഫിസിക്കലി ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവുക എന്ന ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ സ്വിസ് ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ച്, അവിടെ വരുന്ന ബ്ലാക്ക് മണിയെക്കുറിച്ച്, കുറച്ച് മുമ്പ് പനാമ പേപ്പേഴ്സ് എന്ന ഇഷ്യൂസിനെ കുറിച്ചെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ ഓഫ് ഷോർ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി ഇത്തരം ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തതിനെ കുറിച്ചാണ്, അത്തരം ഇഷ്യൂസിനെ കുറിച്ചാണ് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കാറുള്ളത്. Okay, I hope that you all understood the concept. Clear your doubts if any. Thank you. Bye.